Good evening students. Welcome to a lecture series of Electrostatics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗോസസ് ലോൻ്റെ അപ്ലിക്കേഷൻസ് ആയിരുന്നു. അതിൽ നമ്മൾ എക്സാമ്പിളായിട്ട് ചെയ്തത് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് റിജിഡ് സ്പിയർ ഓഫ് റേഡിയസ് ആർ. അതായത് നമ്മളൊരു റിജിഡ് സ്പിയർ എടുത്തു, ആ റിജിഡ് സ്പിയറിലെ ചാർജ് ഡെൻസിറ്റി റോ ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് 4/3 πr³ റോ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ ഗോസസ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഔട്ട്സൈഡ് ദ സ്പിയറും ഇൻസൈഡ് ദ സ്പിയറും ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയറും നമ്മൾ കണ്ടുപിടിച്ചു. We just simply apply the Gauss's law, then we could find out the electric field outside the sphere, inside the sphere and also on the surface of the sphere. അപ്പോൾ ഔട്ട്സൈഡ് ദ സ്പിയർ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/4πε0 q/r² എന്നാണ്. ദാറ്റ് മീൻസ് electric field is proportional to 1/r². So if the distance increases, electric field falls like 1/r². On the surface of the sphere, electric field is r rho by 3ε0 into r cap, and on inside the sphere, electric field will be, you will get a value like this, r rho divided by 3ε0. That means electric field is proportional to r. അപ്പോൾ ഇൻസൈഡ് ദ സ്പിയറും ഔട്ട്സൈഡ് ദ സ്പിയറും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ഡിഫറൻ്റ് ആണ്. ഒന്നിന് ഇൻസൈഡ് ദ സ്പിയർ ആറ് കൂടുന്നതിനനുസരിച്ച്, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടും. എന്നാൽ 1/r² ഡിപ്പെൻഡൻസ് ആണ് ഔട്ട്സൈഡ് ദ സ്പിയർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ കയ്യിലുള്ള സ്പിയർ ഇത്രയും ഒരു സ്പിയർ ആണ്, സ്പിയർ റേഡിയസ് ആർ ഉണ്ടെന്ന് വിചാരിച്ചു. സോ ഈ പോയിന്റ് ആണ് ആർ. സോ ഇലക്ട്രിക് ഫീൽഡ് വിൽ ഗോസ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ഇൻസൈഡ് ആണ്, ഈ പ്രപ്പോർഷണൽ ടു 1/r, ഈ പ്രപ്പോർഷണൽ ടു ആർ, ഹിയർ ഈ പ്രപ്പോർഷണൽ ടു 1/r². സോ ഈ രൂപത്തിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും വെച്ചൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഒറിജിൻ, അതായത് സെൻറ്ററിൽ നിന്ന് പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡ് ആർ ഡിപ്പെൻഡൻസിൽ കൂടും. സർഫസിലെത്തുമ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എത്തും. അതിന് ശേഷം അത് 1/r² ഡിപ്പെൻഡൻസിൽ ഡിക്രീസ് ചെയ്യും. അതാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന്, നമുക്ക് ഈ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തു എന്ന് മാത്രം. Next we are going to discuss another example. Electric field due to a uniformly charged solid cylinder. Electric field due to a uniformly charged cylinder with charge density rho. Charge density rho. സോ നമ്മളൊരു സിലിണ്ടറാണ് എടുക്കുന്നത്. ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ മുഴുവൻ ചാർജ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വോളിയം ചാർജ് ഡെൻസിറ്റി റോ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സിലിണ്ടർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. യു കൺസിഡർ എ സിലിണ്ടർ ലൈക്ക് ദിസ്. ആ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ πr², എ എന്ന് പറയുന്നത് πr² വരും ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ L എന്നെടുക്കാൻ പോവാണ്. സോ കൺസിഡർ എ സിലിണ്ടർ ഓഫ് ലെങ്ത് L. Consider a cylinder of length L and radius R. Let rho be the charge density. This is a uniform charge density. So the total charge Q will be volume of the cylinder into rho. The volume is πr² L into rho. So the charge Q is equal to
pi r square L into rho, which is equation number 1. നമുക്കിവിടെ ഗോസസ് ലോ അപ്ലൈ ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഇൻസൈഡ് വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം, സർഫസിൽ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ 3 കേസ് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇൻസൈഡ് ഔട്ട്സൈഡ് സർഫസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാം? ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3 സർഫസുകളുണ്ട്, 2 എൻഡ് സർഫസുകളുണ്ട്, എൻഡ് സർഫസ് 1, എൻഡ് സർഫസ് 2, പിന്നെ ഒരു സർഫസ് ഉള്ള ഏതാ? ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. അപ്പോൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സർഫസ് ഇന്റഗ്രൽ എടുക്കുമ്പോൾ 3 സർഫസുകളിൽ എടുക്കേണ്ടി വരും, 2 എൻഡ് സർഫസുകളിലും ഒരു കർവ്ഡ് സർഫസിലും ഗോസസ് ലോ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മളുടെ ഇവിടെ ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്, ചാർജ് ഡെൻസിറ്റി റോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ബൈ സിമെട്രി വി ക്യാൻ അസ്യൂം ദാറ്റ് ബൈ സിമെട്രി വി നോ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് radially outward. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. കർവ്ഡ്. ഇപ്പോൾ നിങ്ങളൊരു സിലിണ്ടറിക്കൽ സർഫസ് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ആക്സിസ് നിങ്ങൾ ഇങ്ങനെ ഒരു ആക്സിസ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ ആക്സിസിൽ നിന്ന് റേഡിയലി ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സിലിണ്ടറിക്കൽ സിമെട്രി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ സിമെട്രി സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ട ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എ ഗോസിയൻ സിലിണ്ടർ, ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് സാറ്റിസ്ഫൈസ് സിലിണ്ടറിക്കൽ സിമെട്രി. സോ അതാണ് നമുക്ക് ഇവിടെ ഓർക്കേണ്ടത്. അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് ഈ ഫിഗറിൽ വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് വെക്കാം. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇങ്ങനെയായിരിക്കും, റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഈ പോയിന്റിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരും. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് 3 കേസുകളായിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. കേസ് 1, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് outside the cylinder. എങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യും? വളരെ സിമ്പിളാണ്. യു കൺസിഡർ എ സിലിണ്ടർ. നമ്മളുടെ കയ്യിലുള്ള സിലിണ്ടർ ഏതാ? സിലിണ്ടർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ. ഇതാണ് ആക്സിസ് എന്ന് വിചാരിക്കുക, ഇതാണ് ക്യാപിറ്റൽ ആർ. നമുക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക. സോ in order to find the electric field at point P, we can imagine a Gaussian cylinder passing through that point P. So ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ആർ എന്ന് എടുക്കും. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, in order to find electric field at point P, distance r from the axis, imagine a Gaussian cylinder. Imagine a Gaussian cylinder passing through that point P. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാനൊന്ന് അത് ഫിഗർ കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നു. നമ്മളുടെ ഗോസിയൻ സിലിണ്ടർ ഈ രൂപത്തിലാണ്. സോ ദിസ് ഈസ് ദ ഗോസിയൻ സിലിണ്ടർ. സോ ഇവിടെ
ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യണം. ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ബൈ ഗോസസ് ലോ we know closed surface integral E dot dA is equal to Q enclosed by epsilon 0. ഇതാണ് എക്സ്പ്രഷൻ. ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ 3 സർഫസുകളുണ്ട്. 2 എൻഡ് സർഫസുകളും ഒരു കർവ്ഡ് സർഫസും ഉണ്ട്. ഇപ്പോൾ 2 എൻഡ് സർഫസുകളിലും ഓരോ ഏരിയ എലമെന്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഡി എയുടെ ഡയറക്ഷൻ എങ്ങനെ വരും? ഡി എ ഇങ്ങനെ വരും. ഇവിടെയാണ് നിങ്ങൾ സർഫസ് ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ ഡി എ താഴത്തേക്കും വരും. എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഇവിടെ നിങ്ങളൊരു ഡി എ കൺസിഡർ ചെയ്താൽ ഡി എയുടെ ഡയറക്ഷൻ ഇങ്ങനെ വരും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതിന് പാരലായിട്ട് വരും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡി എയും തമ്മിൽ. അപ്പോൾ എൻഡ് സർഫസുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് നഷ്ടപ്പെട്ടു പോകും. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. കർവ്ഡ് സർഫസിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ എലമെൻറ്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 വരും. ഓക്കെ, അപ്പോൾ അതായത് ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ഇ ഡി എ ഇൻറ്റു കോസ് 0 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് surface integral closed surface integral E dot dA is equal to end surface 1 E dot dA E into dA into cos 9D എന്ന് വരും. ആംഗിൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ് വരും. പ്ലസ് എൻഡ് സർഫസ് 2 E into E dot D എന്ന് പറയുന്നത് E into dA into cos 90 again plus curved surface E into dA into cos 0 that is equal to Q enclosed by epsilon 0. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. cos 90 എന്ന് പറയുന്നത് 0 വരും. again cos 90 0 വരും. cos 0 എന്ന് പറയുന്നത് 1 വരും. so you can write it as surface integral E dot dA is equal to curved surface E into dA plus 0 plus 0 is equal to Q enclosed by epsilon 0. Q enclosed എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് ആണ്. ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്താണ് ടോട്ടൽ ചാർജ് ആണ്. ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്ത ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന പ്രോബ്ലത്തിൽ സിലിണ്ടറിൻ്റെ ടോട്ടൽ ചാർജ് മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ ചാർജുകളൊന്നും നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് Q എന്ന് കൊടുക്കാം. Q ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. Q എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പൈ ആർ സ്ക്വയർ എൽ റോ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഗോസിയൻ സിലിണ്ടറിൻ്റെ ലെങ്ത്തും എൽ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് E into curved surface dA, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എൽ റോ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. സർഫസ് ഏരിയ E into surface area of Gaussian cylinder. ഇന്റഗ്രൽ ഡി എന്ന് പറയുമ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ വരും. എ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ ആയിരിക്കും. ഓക്കെ, ഇ ഇൻറ്റു ഡി എന്ന് എഴുതും. ഇ ഇൻറ്റു എ ആണ് ഈ എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇ ഇൻറ്റു സർഫസ് ഏരിയ. ഓക്കെ, കർവ്ഡ് സർഫസിൻ്റെ ഏരിയ ആണ്. കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്ത് വരും? കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2πr വരിക. നമുക്ക് എഴുതാം പൈ ആർ സ്ക്വയർ എൽ റോ ബൈ എപ്സിലോൺ 0. സോ ഇ ഇൻറ്റു 2πrl is equal to
ക്യാപിറ്റൽ ആർ അല്ല, സ്മോൾ ആർ, കാരണം ഗോസിയൻ സിലിണ്ടറിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. സോ പൈ ആർ സ്ക്വയർ എൽ റോ ബൈ എപ്സിലോൺ 0 എന്ന്. സോ ഈ പൈയും വെട്ടിപ്പോയി, എല്ലും വെട്ടിപ്പോയി. സോ ഇ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ റോ ബൈ 2r എപ്സിലോൺ നോട്ട്. ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ആർ ക്യാപ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫൈ ക്യാപ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ബെറ്റർ ടു റെപ്രസെൻറ്റ് ഫൈ ക്യാപ്, കാരണം സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. കർവ്ഡ് സർഫസിനെ റേഡിയലി ഔട്ട്വേർഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഫൈ ക്യാപ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, ഇതാണ് നമ്മൾ ഔട്ട്സൈഡ് ചെയ്തത്. ദെൻ വാട്ട് അബൌട്ട് ഇൻസൈഡ്? ഇൻസൈഡ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഔട്ട്സൈഡ് നമുക്ക് എത്ര കിട്ടിയത്? ഔട്ട്സൈഡ് നമുക്ക് കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ റോ ബൈ 2r എപ്സിലോൺ നോട്ട് എന്നാണ് എഴുതിയത്. സോ ഓൺ ദ സർഫസ്, ഇൻസൈഡ് വേണ്ട, നമുക്ക് സർഫസ് ആദ്യം കണ്ടുപിടിക്കാം. സർഫസിനെയാണ് പറയുന്നത്. ഓൺ ദ സർഫസ്, ഇൻസൈഡ് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഓൺ ദ സർഫസ് put small r is equal to capital R. So E will be equal to r square rho divided by 2r epsilon naught. So r rho divided by 2 epsilon naught. So electric field E is equal to r rho divided by 2 epsilon naught phi cap. Okay. Then what about inside? ഇൻസൈഡ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് തന്നേക്കണ ഗോസിയൻ സിലിണ്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ സിലിണ്ടർ വിത്ത് തന്നേക്കണ സിലിണ്ടർ, ഗോസിയൻ സിലിണ്ടർ അല്ല, തന്നേക്കണ സിലിണ്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ സിലിണ്ടർ വിത്ത് റേഡിയസ് ക്യാപിറ്റൽ ആർ. നമുക്ക് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്, യു ക്യാൻ ഇമാജിൻ എ ഗോസിയൻ സിലിണ്ടർ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് പി. സോ ഈ പോയിന്റിലെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൻ്റെ റേഡിയസ് നമുക്ക് ആർ എന്നെടുക്കാം. സോ അഗെയിൻ യു ക്യാൻ അപ്ലൈ surface integral E dot dA is equal to Q enclosed by epsilon 0 എന്ന് എഴുതാം. അതിൽ നമുക്ക് ഇതിൽ 3 സർഫസ് ഉണ്ടാവും. സർഫസ് ഇൻറ്റഗ്രൽ എൻഡ് സർഫസ് 1 E dot dA പ്ലസ് എൻഡ് സർഫസ് 2 E dot dA plus curved surface, integral curved surface E dot dA is equal to Q enclosed by epsilon 0. ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടേമുകളും 0 ആയിട്ട് മാറും. എൻഡ് സർഫസുകളിലെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരും. സോ ദേ വിൽ ക്യാൻസൽ. So you will get surface integral curved surface is equal to Q enclosed by epsilon 0. പഴയ രൂപത്തിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ Q enclosed എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ ഗോസിയൻ സർഫസ് ആണ്. ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ ഗോസിയൻ സിലിണ്ടർ. ഇൻ ദ ഗോസിയൻ സിലിണ്ടർ. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു Q, it is less than Q ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? അപ്പോൾ ലെസ് ദാൻ Q ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റോ ആണ് ചാർജ് ഡെൻസിറ്റി എങ്കിൽ റോ ഇൻറ്റു പൈ സ്മോൾ ആർ സ്ക്വയർ എൽ ആയിരിക്കും Q എൻക്ലോസ്ഡ് വരിക. കാരണം ഇത് വോള്യം ഓഫ് ദ ഗോസിയൻ സിലിണ്ടറാണ്. പൈ ആർ സ്ക്വയർ എൽ എന്ന് പറയുന്നത് ഗോസിയൻ സിലിണ്ടറാണ്. ഗോസിയൻ സിലിണ്ടറിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈ ആർ സ്ക്വയർ എൽ എന്ന് പറയുന്നത് വോള്യം ഓഫ് ദ ഗോസിയൻ സിലിണ്ടർ ആയിരിക്കും. സോ റോ ഇൻറ്റു പൈ ആർ സ്ക്വയർ എൽ ആണ് Q എൻക്ലോസ്ഡ്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ E ഇൻറ്റു
curved surface, integral curved surface, E dA cos 0 is equal to pi r square L rho by epsilon 0. So E into surface integral dA is equal to pi r square L rho by epsilon 0. Then this dA is the surface area of the curved surface. So E into 2 pi small rl is equal to pi small r square L rho by epsilon 0. ഈ പയ്യും വെട്ടിപ്പോയി, ആറും അതിൻ്റെ ഒരു സ്ക്വയർ ടൈം വെട്ടിപ്പോയി, എല്ലും വെട്ടിപ്പോയി. സോ E is equal to r rho divided by 2 epsilon 0 എന്ന്. Okay, so electric field E will be r rho divided by 2 epsilon 0 phi cap എന്ന് represent ചെയ്യും. Okay, phi cap represents the direction of the direction of the vector, electric field vector. Okay, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുത്തുമ്പോൾ ഇൻസൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റി. ഇൻസൈഡ് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത് r rho divided by 2 epsilon 0 എന്നാണ്. ഔട്ട്സൈഡ് നമുക്ക് കിട്ടിയത് r square rho divided by 2r epsilon 0 എന്നാണ് കിട്ടിയത്. So here E is proportional to r. Here E is proportional to 1 by r. Okay. So അതുകൊണ്ട് തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരയ്ക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിലിണ്ടറിൻ്റെ റേഡിയസ് സർഫസ് വരെ എത്തുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് E പ്രപ്പോർഷണൽ ടു r ആയിരിക്കും. പിന്നെന്ത് സംഭവിക്കും? ഇറ്റ് വിൽ falls like 1 by r. So E proportional to 1 by r. Okay, ഈ പോയിന്റിലായിരിക്കും മാക്സിമം സർഫസിൻ്റെ ആ ടോപ്പ് സർഫസിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം വരും. ഓക്കെ, ഇതാണ് നമുക്ക് ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ഒരു സിലിണ്ടറിൽ യൂണിഫോംലി ത്രൂ ഔട്ട് ദ വോള്യൂം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ എന്നാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, next we are going to discuss the electric field due to a uniformly charged sphere in which the charge is distributed uniformly only on the surface. സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. എക്സാമ്പിൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് ഇതാണ്. ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് sphere of radius r having charge density rho plus sigma. That means the charge is distributed. Charge is distributed only on the surface. That means inside the sphere charge is equal to total charge is equal to 0. ഇതാണ് നമ്മൾ പറയുന്നത്. സർഫസിന് മാത്രമേ ഉള്ളൂ ചാർജ്. അപ്പോൾ അവിടെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ വരും. That is charge per unit area. ഓക്കെ, ഇതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പിയർ എന്ന് പറയുന്നത് എ സ്പിയർ വിത്ത് റേഡിയസ് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിക്കാം. സോ വി ക്യാൻ കൺസിഡർ എ സ്പിയർ ഓഫ്
radius capital R, then the total charge Q is equal to sigma into surface area of the sphere. Surface area of the sphere. So that will be equal to 4 pi capital R square into sigma. This is the total charge. Equation number 1. Okay. അപ്പോൾ ഈ കേസിലാണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത എക്സാമ്പിളിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിൽ ചാർജ് വോള്യത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റോ ആണ് ചാർജ് ഡെൻസിറ്റി എടുത്തത്. ഇവിടെ ചാർജ് സർഫസിന് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. സോ we can consider the 3 different cases: electric field inside, electric field outside, and electric field on the surface of the sphere. അപ്പോൾ നമുക്ക് 3 കേസ് ആയിട്ട് ആദ്യത്തെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേസ് 1, electric field at a point outside the sphere. Outside the sphere. പ്രോബ്ലം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒരു സ്പിയർ തന്നിട്ടുണ്ട്. ആ സ്പിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് നിന്നോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P, ഇമാജിൻ എ ഗോസിയൻ സ്പിയർ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് P. യെസ്, റേഡിയസ് ആറുള്ള ഒരു സ്പിയർ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? സോ ഇമാജിൻ എ ഗോസിയൻ സ്പിയർ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് P. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് at point P, imagine a Gaussian sphere passing through that point P. ഇവിടെ എന്തുകൊണ്ടാണ് ഗോസിയൻ സ്പിയർ എടുത്തത്? എന്തുകൊണ്ടാണ് ഷേപ്പ് എടുത്തത്? വളരെ ലളിതമാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ സിമെട്രി എന്ന് പറയുന്നത് ഇവിടെ സ്പെറിക്കൽ സിമെട്രി സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗോസിയൻ സ്പിയർ നമ്മളിവിടെ ഇമാജിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. സർഫസ് ഇൻറ്റഗ്രൽ E ഡോട്ട് dA ഇസ് ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ഈ ഇവിടെ Q എൻക്ലോസ്ഡ് എന്തായിരിക്കും? ഈ ഗോസിയൻ സ്പിയറിൻ്റെ ഉള്ളിലുള്ള ചാർജാണ്. ഗോസിയൻ സ്പിയർ എന്ന് പറഞ്ഞാൽ, ഗോസിയൻ സ്പിയറിൻ്റെ ഉള്ളിലെ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കണ ആക്ച്വൽ സ്പിയറിൻ്റെ ഉള്ളിലുള്ള ചാർജ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് Q എന്ന് കൊടുക്കാം, Q ബൈ എപ്സിലോൺ 0. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് 4 pi ക്യാപിറ്റൽ R സ്ക്വയർ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. സോ നിങ്ങൾ ഇവിടെ ഒരു ഏരിയ എലമെന്റ് DA കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇയും DAയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 വരും. സോ ഈ DA cos 0 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: E ഇൻറ്റു DA ഇൻറ്റു cos 0 ഇസ് ഈക്വൽ ടു 4 pi ക്യാപിറ്റൽ R സ്ക്വയർ സിഗ്മ ബൈ എപ്സിലോൺ 0. സോ E ഇൻറ്റു സർഫസ് ഇൻറ്റഗ്രൽ DA ഇസ് ഈക്വൽ ടു 4 pi ക്യാപിറ്റൽ R സ്ക്വയർ സിഗ്മ ബൈ എപ്സിലോൺ 0. is into area is 4 pi small r square, surface area of the sphere. മൊത്തം ഇൻ്റഗ്രൽ D എന്ന് പറയുമ്പോൾ A വരും. A എന്ന് പറയുന്നത് സർഫസ് ഏരിയ ആണ്. 4 pi small r square ആണ്, ആ സ്മോൾ r റേഡിയസ് ആണുള്ളത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 pi ക്യാപിറ്റൽ R സ്ക്വയർ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് വരും. ഈ 4 പൈയും 4 പൈയും വെട്ടിപ്പോയി. സോ ദ ഇലക്ട്രിക് ഫീൽഡ് E will be R square sigma divided by R square epsilon naught into R cap. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ക്യൂവിൻ്റെ രൂപത്തിലേക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വളരെ ലളിതമായിട്ട് ക്യൂവിൻ്റെ രൂപത്തിലേക്ക് എഴുതുകയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എന്താ? 4 pi ക്യാപിറ്റൽ R സ്ക്വയർ സിഗ്മയാണ്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു Q ബൈ 4 pi
ആർ സ്ക്വയർ ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഇ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു ക്യൂ ബൈ 4 π ആർ സ്ക്വയർ എപ്സിലോൺ നോട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ആർ സ്ക്വയറും ഈ ക്യാപിറ്റൽ ആർ സ്ക്വയറും കിട്ടിപ്പോയി. സോ 1/4 π എപ്സിലോൺ നോട്ട് ക്യൂ ബൈ സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4 π എപ്സിലോൺ നോട്ട് ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങളൊരു ടോട്ടൽ ചാർജ് ക്യൂ ഈ സർഫസിന് മുകളിൽ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും അതിന് പകരമായിട്ട് ഒരു പോയിന്റ് ചാർജ് ക്യൂ ഇവിടെ വെച്ചാലും ഇലക്ട്രിക് ഫീൽഡ് ഒരു ഔട്ട്സൈഡ് ദ സ്പിയർ സിമിലർ ആണ് ഉണ്ടാവുക. അതായത് സ്പിയറിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ചാർജ് ക്യൂ വെക്കുന്നതും ആ സ്പിയറിന്റെ സർഫസിന് മുഴുവൻ ടോട്ടൽ ചാർജ് ക്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഔട്ട്സൈഡ് ദ സ്പിയർ ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ ഒരേ രീതിയിൽ വരും. 1/4 π എപ്സിലോൺ നോട്ട് ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അത് നമ്മൾ മറ്റേ വോള്യം ചാർജ് ഡിസ്ട്രിബ്യൂഷനിലും നമ്മളിത് കണ്ടിരുന്നു. സ്പിയറിന്റെ കേസ് സ്പിയറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിസൾട്ട് തന്നെയാണ് വരിക. നമുക്ക് സർഫസിനെ കണ്ടുപിടിക്കാം. ഓൺ ദ സർഫസ് എങ്ങനെ കണ്ടുപിടിക്കാം? പുട്ട് സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. നമുക്ക് ഔട്ട്സൈഡ് എന്താ കിട്ടിയത്? ഔട്ട്സൈഡ് കിട്ടിയത് ഇ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ സിഗ്മ ബൈ ആർ സ്ക്വയർ എപ്സിലോൺ നോട്ട് into r cap. So put small r is equal to capital R on the surface. അപ്പോൾ എന്ത് വരും? E is equal to r square sigma by r square epsilon naught into r cap. So sigma by epsilon 0 to r cap. Okay, or you can write it as 1/4 π epsilon naught Q by capital R square into R cap. ഇങ്ങനെ വരും. ഓക്കെ, സർഫസിന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ? നമുക്ക് തന്നേക്കണത് ഒരു സ്പിയർ ആണ്. സ്പിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. നമുക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിക്കാം. ഇൻസൈഡ് ദ സ്പിയർ എത്രയാണെന്നാണ് ചോദ്യം വെച്ചാൽ. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി, ഇമാജിൻ എ ഗോസിയൻ സ്പിയർ ഓഫ് റേഡിയസ് സ്മോൾ ആർ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് പി. ഓക്കെ, അപ്പോൾ നമുക്ക് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. So E surface integral dA is equal to Q enclosed by epsilon 0. What is Q enclosed? The charge enclosed by the Gaussian sphere. ഇതാണ് നിങ്ങളുടെ ഗോസിയൻ സ്പിയർ. ഈ ഗോസിയൻ സ്പിയറിൻ്റെ ഉള്ളിൽ ചാർജ് ഒന്നുമില്ല. കാരണം എന്താ? എല്ലാ ചാർജും ഈ സ്പിയറിൻ്റെ ആക്ച്വൽ സ്പിയറിൻ്റെ സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇൻസൈഡ് ദ ചാർജ് എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു 0. സോ E surface integral dA is equal to 0. So we can write it as electric field inside the Gaussian surface is 0, or in electric field inside a inside the sphere, electric field inside the sphere it will be 0. Okay, electric field inside the sphere will be 0. Karana, if the charge is distributed uniformly over the surface, electric field inside the sphere will be 0. Electric field 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലി ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു സ്പിയർ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്പിയർ റേഡിയസ് r നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഇൻസൈഡ് ദ സ്പിയർ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓക്കെ, ഇങ്ങനെ വരും ഇലക്ട്രിക് ഫീൽഡ് 0. ഔട്ട്സൈഡ് ദ സ്പിയറോ 1/r² ഡിപ്പെൻഡൻസ് ആണ്. ഈ പ്രപ്പോർഷണൽ ടു 1/r². ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ
1/4πε0 Q by capital R square ആണ് ഇവിടുത്തെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ 0 വരും. ഏത് സ്പിയറിൻ്റെ ഉള്ളിൽ 0, പുറത്ത് 1/r² വേരിയേഷനാണ് ഉണ്ടാവും. ഇതാണ് നമ്മൾ സ്പിയറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ ഇപ്പോൾ 3 എക്സാമ്പിൾ പറഞ്ഞു. ഒരു ചാർജ് ഒരു സ്പിയറിൽ ത്രൂ ഔട്ട് വോളിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഒരു റിജിഡ് സ്പിയറിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ പറഞ്ഞു. ഒരു സോളിഡ് സിലിണ്ടറിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ പറഞ്ഞു. അതേപോലെ തന്നെ ചാർജ് സർഫസിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ, സ്പിറിക്കൽ സർഫസിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് we are going to discuss one more example. That example is very important example. Electric field due to an infinitely long sheet of charge. Electric field due to an infinitely long sheet of charge of charge density sigma. അപ്പോൾ ഞാനൊരു ഷീറ്റ് എടുക്കുകയാണ്, ഇങ്ങനൊരു ഷീറ്റ്. എൻ്റെ ഒരു ഷീറ്റ് ഉണ്ട്, ഒരു പ്ലെയിൻ ഷീറ്റാണ്. ഇൻഫൈനൈറ്റ്ലി ലോങ് എന്ന് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം. അതിന് ചാർജ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണമെന്ന് വിചാരിച്ചു. പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചു. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ആണെന്ന് വിചാരിച്ചു. നമുക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷീറ്റ്, ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന, ഈ ചാർജ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഒരു പ്ലെയിൻ ഷീറ്റിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇറ്റ് വിൽ ബി ഓൾവേസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഓൾവേസ് നോർമൽ ടു എ ഷീറ്റ്. ഇങ്ങനെയായിരിക്കും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ഷീറ്റിൽ വരും. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഷീറ്റ് ഓഫ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡിന്റെ സിമെട്രി ആ രീതിയിലായിരിക്കും. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഇത്തരത്തിലുള്ള ഇൻഫൈനൈറ്റ്ലി ലോങ് ഷീറ്റ് ഓഫ് ചാർജ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യാണ്. ഈ പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗോസിയൻ സിലിണ്ടർ ഇമാജിൻ ചെയ്യാണ്. ചെറിയൊരു ഗോസിയൻ സിലിണ്ടർ. ആ ഗോസിയൻ സിലിണ്ടർ രണ്ട് സൈഡിലേക്കും ഒരേ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. രണ്ട് സൈഡിലേക്കും ഈക്വലി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഗോസിയൻ സിലിണ്ടർ ഇമാജിൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എൽ ആണെന്ന് വിചാരിച്ചോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും സെൻറ്ററിൽ നിന്നുള്ള ലെങ്ത് എൽ ആണ്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, so in order to find the electric field at this point, we imagine a Gaussian, just like a tube. ഒരു ട്യൂബ് നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ ട്യൂബ് എന്ന് പറയുന്നത് ഷീറ്റിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, ഈക്വലി എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ ഇമാജിൻ a Gaussian cylinder of area A എന്നെടുത്തോ. ക്രോസ് സെക്ഷണൽ ഏരിയ A എന്നെടുക്കുക. എക്സ്റ്റെൻഡിങ് equally on either sides of the cylinder, as shown in the figure. So electric field എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ ടു ദ ഷീറ്റ് ആയിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഈ പോയിന്റിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയും വരും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഏരിയ എലമെൻറ്റ് ഡി എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ നമ്മൾ ഔട്ട്വേർഡ് നോർമൽ ഏരിയ എലമെൻറ്റ് ഡി എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി again parallel to the applied electric field. So for the curved surface, if you take an area element dA, electric field will be mutually perpendicular to the area element dA. ഇവിടെയും അതെ, കർവ്ഡ് സർഫസിന് ഇലക്ട്രിക് ഫീൽഡ് ഏരിയ എലമെന്റ് ഇങ്ങനെയും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കർവ്ഡ് സർഫസിന്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് സർഫസ് ഇന്റഗ്രൽ E dot dA is equal to, നമുക്ക് സർഫസ് 1 എന്ന് കൊടുക്കാം, ഇത് സർഫസ് 2 എന്ന് കൊടുക്കാം, ഈ കർവ്ഡ് സർഫസിനെ 3 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ടുണ്ട്. കർവ്ഡ് എൻഡ് സർഫസ് 1 E dot dA പ്ലസ് എൻഡ് സർഫസ് 2 E dot dA പ്ലസ് എൻഡ് സർഫസ് 3 കർവ്ഡ് സർഫസ് 3 E dot dA is equal to Q enclosed by epsilon 0. ഓക്കെ, ഇവിടെ ഈ കർവ്ഡ് സർഫസിന്റെ കോൺട്രിബ്യൂഷൻ 0 വരും. കാരണം എന്താ, ഇയും ഡി എയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇ ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ ഇ ഡി എ ഇൻറ്റു കോസ് 90 വരും. കോസ് 90 0 വരും. സോ ദ കോൺട്രിബ്യൂഷൻ വിൽ ബി 0. സോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ ഇൻറ്റു എ പ്ലസ് ഇ ഇൻറ്റു എ എന്ന് വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് എത്ര വരും, ഈ സർഫസിൻ്റെ ഉള്ളിലുള്ള ഈ ഗോസിയൻ സർഫസിലുള്ള ചാർജ്, ഇതിന്റെ സർഫസ് ഏരിയ എത്ര എ ആണ്. അപ്പോൾ എന്തായി, ക്യൂ എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു സർഫസ് ഏരിയ അല്ല, ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ക്യൂ എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ എ ബൈ എപ്സിലോൺ 0. സോ യു ക്യാൻ സിംപ്ലി റൈറ്റ് 2EA is equal to sigma by epsilon 0. So the electric field E will be 2EA sigma A by epsilon 0. So E is equal to sigma by 2 epsilon 0. And the direction represent ചെയ്യാൻ വേണ്ടി ഒരു n cap എടുക്കുക, where n cap is the normal to the plane of the sheet. Normal to the sheet. അപ്പോൾ ഇനി ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. ഓക്കെ, മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 വരും. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ഷീറ്റ് ഓഫ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ആൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആക്ച്വലി എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഷീറ്റ് ഓഫ് ചാർജ് എടുക്കുകയാണെങ്കിൽ ആ ഷീറ്റ് ഓഫ് ചാർജിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡിസ്റ്റൻസ്. ഇവിടെയും സിഗ്മ ബൈ എപ്സിലോൺ 2 എപ്സിലോൺ 0 ആണ്, ഈ പോയിന്റിലും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്, ഈ പോയിന്റിലും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്, ഈ പോയിന്റിലും സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡിസ്റ്റൻസ്. It is not depending upon the distance from the sheet of charge. So it is always uniform, always constant, always sigma by 2 epsilon 0. Okay, thank you. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് ഷീറ്റ് വെച്ചിട്ട് രണ്ട് ഷീറ്റുകൾ, ഒരു ഷീറ്റ് എന്ന് പറയുന്നത് പ്ലസ് സിഗ്മയും മറ്റൊരു ഷീറ്റ് മൈനസ് സിഗ്മയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ കോൺട്രിബ്യൂഷൻ ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട് പറയും. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.